ചെയ്യുന്നു. ശ്രീ ബെന്നി ബെഹനാൻ MP നമുക്കറിയാവുന്നതുപോലെ ചാലക്കുടിയിലെ പ്രതിനിധീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. ഔദ്യോഗികമായി ഈ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട MPയെ സ്വാഗതം ചെയ്യും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും അല്പസമയം ശാന്തമായിട്ടിരിക്കുക. കുട്ടികളെല്ലാം ശാന്തമായിട്ടിരിക്കുക. ഇന്ന് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മസ്കറ്റിലുള്ളതായ പൂർവിക ദേവാലയമായ മസ്കറ്റ് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി എന്ന നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ വളരെ മനോഹരമായ രീതിയിൽ പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. അതിൻ്റെ മധ്യത്തിൽ നമുക്കേറെ അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന രീതിയിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി പള്ളിയുടെ സഭയുടെ വാത്സല്യ പുത്രനായിരിക്കുന്ന ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹം കുടുംബമായി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഏറെ സ്നേഹ ആദരവുകളോടുകൂടി ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യാം. എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ ജീവിതം നടത്തുന്ന പോലെ തന്നെയാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പുരോഹിതൻ്റെ ജീവിതത്തിൽ സമൂഹത്തെ സേവിക്കുക, സഭയെ സ്നേഹിക്കുക, സഭയ്ക്കും സമൂഹത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടം അത്രയും നമ്മുടെ നാട്ടിൽ ആയിരുന്നു കൊണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏറെ പ്രോത്സാഹിക്കുകയും അതിനുവേണ്ടി ഏറെ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളൊക്കെ TV-യിലൊക്കെയാണ് അധികവും ബെന്നി ബെഹനാൻ സാറിനെയൊക്കെ കണ്ടിട്ടുള്ളത്. നേരിൽ കാണാനും അദ്ദേഹത്തോടൊപ്പം ആയിരിക്കാനും ഒക്കെ സാധിച്ചതിന് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. ഈ ദേവാലയത്തിൽ കടന്നു വന്നതിന് അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ നമ്മെ 2 വാക്ക് നമുക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. വളരെ ആദരണീയനായ വികാരി അച്ഛൻ ഏലിയാസ് അച്ഛൻ, മറ്റ് പള്ളിയുടെ ഭാരവാഹികൾ, യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാനും എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഈ പരിപാടി പങ്കെടുക്കുന്നത്. മസ്കറ്റിൽ ഒമാനിൽ വളരെ ചുരുങ്ങിയ ദിവസം ഒരു സന്ദർശനത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെൻറ്റ് മേരീസ് പള്ളിയുടെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഓണം നാട്ടിൽ കഴിഞ്ഞെങ്കിലും ഓണം വിദേശങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓണത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട് തൃക്കാക്കരയാണ്. എല്ലാ വർഷവും നമ്മുടെ ഐതിഹ്യ തലസ്ഥാനമായ തൃക്കാക്കര ക്ഷേത്രത്തിൽ കാഴ്ചക്കൊല വെച്ച് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഓണസദ്യ കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 10-35 വർഷക്കാലമായി ഞങ്ങളുടെ ഓണം ആഘോഷിക്കുന്നത്. പക്ഷെ ഓണത്തിന് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട്. മലയാളിയുടെ ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയാണ്. ഓണമെന്ന് പറയുന്നതിന് ഒട്ടേറെ പൗരാണികമായ ഇതിഹാസ്യമായ ഒട്ടേറെ കഥകളും ഉപകഥകളും ചരിത്രമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറയുന്നു, ഓണമെന്നത് ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് മലയാളിയുടെ. അതുകൊണ്ട് മലയാളി സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയുണ്ടോ മലയാളി ഒത്തുചേരും ഓണത്തിൻ്റെ ഓർമ്മകൾ പുതുക്കാൻ. ഓണം ഒരു ഓർമ്മയാണ്, ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ. ആ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഓർമ്മകളിലൂടെ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത് ഒരു സൽഭരണത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമഭാവനയുടെ, അതാണ് ഓണത്തിൻ്റെ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ്. ആ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കുളിർമയാക്കുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് ഉല്ലസിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ തന്നെ ചില സ്നേഹിതന്മാർ അവതരിപ്പിച്ച ഒരു പരിപാടി കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പുറത്ത് സദ്യ നടക്കും. പരിപാടികളും ഉത്സാഹവും കളികളും സദ്യയുമെല്ലാം ഓണത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യമായ ഘടകമാണ്. ഞാൻ ഇവിടുത്തെ മലയാളി സ്നേഹിതന്മാരെ, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന
യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മയിൽ ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ വിശ്വാസികളും ഇടവക അംഗങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ മലയാളി സുഹൃത്തുക്കളും പങ്കെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷത്തിൻ്റെ ഉത്സാഹം ഇവിടെയുണ്ട്. ഇത് സംഘടിപ്പിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇത് നിങ്ങൾക്ക് ഒത്തുചേരാൻ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള മാനസികമായ പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുടുംബസമേതം ഇവിടെ പങ്കെടുത്ത് സന്തോഷിക്കാൻ, സഹവർത്തത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഒരുമിച്ച് ഉണ്ണാൻ, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്താൻ സാധിക്കട്ടെ. മസ്കറ്റ് മലയാളികളുടെ നമുക്കറിയാം, നമുക്ക് കേരളവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ മലയാളികളുള്ള ആ മലയാളികളുടെ സേവനം ഇവിടെ മാത്രമല്ല, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ നാട്ടിൽ ഏത് ചെറുതും വലുതുമായ സംഭവങ്ങളുണ്ടോ ഇവിടുത്തെ മലയാളി സമൂഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. കേരളം എന്നെല്ലാം വിഷമഘട്ടത്തിലൂടെ കടന്നുപോയോ ആ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് കോവിഡ് കാലഘട്ടത്ത്, പ്രളയ കാലഘട്ടത്ത്, അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് നിങ്ങൾ നൽകുന്ന സംഭാവനകൾ വലുതാണ്. എപ്പോഴും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ പൊതുപ്രവർത്തകർ കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് ഞാൻ ഇവിടെയും രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. വൈകിയാണെങ്കിലും അച്ഛ ഓണാശംസകൾ നേരുന്നു. ഓണാശംസകൾ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇതുപോലൊരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതിൻ്റെ സംഘാടകരോടും ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.